ഗൈസ് ഞാൻ വന്നിട്ടുള്ളത് നമുക്കിന്ന് ഒരു പാറ്റേൺ പേപ്പർ ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ചെറിയ പാറ്റേൺ പേപ്പറാണ്. നമുക്ക് എത്ര വലിപ്പമുള്ളതും ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം വേണ്ടത് നമുക്ക് ഒരു സിസർ, പിന്നെ കുറച്ച് കളേഴ്സ് ആവശ്യമുണ്ട്, പിന്നെ അത്ര സാധനങ്ങളെ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം ഒരു വെറൈറ്റി ഡിസൈനിങ് തുടങ്ങാം. അതിനായിട്ട് ഞാൻ ആദ്യം കൂടെ വരച്ചു കൊടുക്കുന്നത് നമ്മുടെ ഫസ്റ്റത്തെ പാറ്റേൺ ഇവിടെ തീർന്നിട്ടുണ്ട്. അടുത്തത് നമുക്ക് കുറച്ച് ഹാർട്ട് ഷേപ്പിലുള്ളതാക്കാം. അപ്പം നമ്മൾ കുറച്ച് ഹാർട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഞാൻ വരക്കാൻ പോകുന്നത് നേരത്തെ വരച്ച പാറ്റേണിൻ്റെ ഒരു ഗ്രീൻ കളറ് തീമുള്ള ഒരു പാറ്റേൺ നമുക്ക് വരക്കണത്. അതായി വരച്ചിട്ടുള്ളത് നമ്മൾ നേരത്തെ ചെയ്തിരുന്ന ഒരു പാറ്റേണിൻ്റെ വേറൊരു കളറിട്ട് തീമായിട്ടുള്ളൊരു പാറ്റേണാണ്. അടുത്തത് നമുക്ക് ഒരു ബ്ലൂ കളറിലുള്ള തീമാക്കാം. നമ്മൾ ബ്ലൂ കളറിലുള്ള പാറ്റേൺ പേപ്പർ ഉണ്ടാക്കിയിട്ടുണ്ട്. കുറച്ച് ക്ലൗഡ്സ് ആണ് കേട്ടോ. അടുത്തത് നമുക്ക് ഒരു ബ്രൗൺ അല്ല പർപ്പിൾ തീമിലായിട്ട് ഉണ്ടാക്കാം. അപ്പോൾ നമുക്കത് ഉണ്ടാക്കി വെക്കാം. ഇതൊക്കെ കാണുന്നുണ്ടോയെന്നറിയില്ല, കുറച്ച് ലൈൻസാണ്. അടുത്തത് നമുക്ക് ഒരു ബ്രൗൺ കളറ് തീമിലുള്ളത് ഉണ്ടാക്കാം. ബ്രൗൺ കളർ തീമിൽ കുറച്ച് ചോക്ലേറ്റിൻ്റെ മധുരത്തതാണ് ഞാൻ നേരത്തെ ഉണ്ടാക്കിയതിൻ്റെ മധുരത്തെ ഒന്ന് തന്നെയാണ്. ഞാൻ ഇപ്പോൾ ഉണ്ടാക്കുന്നതൊക്കെ നമുക്ക് കുറച്ച് നെയിൽസിന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ അടുത്തത് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ബ്ലൂ കളറും യെല്ലോവും കൂടിയിട്ടുള്ള ഒന്നാണ് നമുക്ക് ഉണ്ടാക്കുന്നത്. നമ്മൾ ബ്ലൂവും യെല്ലോവും കൂടി ഷെയ്ഡിലുള്ളത് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് കമൻറ്റിൽ പറയുക. ഇത് മുഴുവനും ഇഷ്ടപ്പെട്ടവർ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. എനിക്കിതിൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു പർപ്പിൾ കളറുള്ളതും ഈ ഒരു ഗ്രീൻ കളറുള്ളതും. നിങ്ങൾക്കും അതാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.